വണക്കം. ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ, ഒടുവിൽ സംഭവിച്ചിരിക്കുകയാണ്. ഇറാൻ അമേരിക്കയെ ആക്രമിച്ചിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി ഇറാൻ്റെ ഡ്രോണുകൾ അമേരിക്കയുടെ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന കപ്പലിന് നേരെ പാഞ്ഞു കയറി എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്. കാരണം ഇവന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ ഷെയർ മാർക്കറ്റ്, പോരാത്തതിന് ഹോർമൂസ് കടലെടുക്ക്, പെട്രോൾ വില, വിലക്കയറ്റം, ഇതൊക്കെ ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നെഞ്ച് നിന്ന് കത്തയാണെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. ഇവിടെ നിന്നിട്ട് അടി ഇപ്പം കിട്ടും അടി എന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്ന ചില സുഡാപ്പികളോടും കമ്മികളോടും എനിക്ക് പറയാനുള്ളത്, അമേരിക്കയ്ക്കല്ല അടി കിട്ടാൻ പോകുന്നത്, ഇറാൻ അച്ചം പുച്ച അടി കിട്ടും. അതിൻ്റെ കൂട്ടത്തിൽ ഇറാൻ ചെയ്യാൻ പോകുന്നത് പാകിസ്ഥാനിലോട്ടും ഖത്തറിലോട്ടൊക്കെ മിസൈൽ ചറപറ വാരിയിടാൻ പോവുകയാണ് ഇറാൻ്റെ ആയത്തുള്ള ഖമേനി എന്ന് പറയുന്നത്. ലവൻ ബങ്കറിലോട്ട് ഓടി കയറി എന്നാണ് എനിക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഇനി ഓടി കയറിയിട്ടില്ലെങ്കിൽ എൻ്റെ ഇൻഡ്യൂഷൻ കറക്റ്റായിരിക്കും. കാരണം യാതൊരുവിധ മനോധൈര്യവും ഇല്ലാത്തൊരു വേട്ടാവളിയനാണ് ഈ ഖമേനി എന്ന് പറയുന്നത്. എന്തായിരുന്നാലും കഴിഞ്ഞ ദിവസം ഇറാൻ ശക്തമായിട്ടുള്ളൊരു ആക്രമണം നടത്താനുള്ളൊരു ശ്രമം അമേരിക്കയ്ക്ക് നേരെ ഉണ്ടായി എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. പക്ഷേ അപ്പോഴും ആണവ സെറ്റപ്പിൽ നമുക്ക് ചർച്ച ചെയ്യാം, നമുക്ക് ഈ ചർച്ച ഒരു കാര്യം ചെയ്യാം, നമുക്കിത് തുർക്കിയിൽ വെച്ച് നമുക്കിത് ചർച്ച ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ അമേരിക്കയെ ഏതൊക്കെ രാജ്യമായിട്ട് കൺഫ്രണ്ട് ചെയ്യുന്നു ആ രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്ന് തള്ളിപ്പിടിച്ചുകൊണ്ട് തുർക്കിയിലോട്ട് പോകും. തുർക്കിയിലോട്ട് തള്ളിപ്പിടിച്ചുകൊണ്ട് പോകുമ്പം പിന്നെ തുർക്കി എന്ത് ചെയ്യും? അവന്മാർക്ക് അവിടെ ഇരിക്കെ പുറത്തില്ല. അവന്മാരാണല്ലോ ഈ ആധുനിക ഖലീഫമാർ. അതുകൊണ്ട് തന്നെ ഈ ഇസ്ലാമിക രാജ്യങ്ങൾക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മളെ അടുത്ത് നിന്ന് ചർച്ച ചെയ്യണമെന്ന് അവന്മാർ വിളിച്ചുകൊണ്ട് പോയി അവസാനം ഈ ചില വക്കീലന്മാരുണ്ടല്ലോ, അതായത് പെറ്റി കേസിൽ വരണവന്മാർക്ക് വരെ തൂക്ക് കയറി വാങ്ങിച്ചു കൊടുക്കും വാദിച്ചു കഴിഞ്ഞാൽ. അമ്മാതിരിയാണ് ഇവന്മാരെ അടുത്ത് ചെന്നിരുന്ന് ആര് ചർച്ച നടത്തിയോ അവന്മാർ ആടി കൊണ്ട് ചിപ്പം കെട്ടിപ്പോയ ചരിത്രം മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഒരു ഇതും നേരെ ചൊവ്വയെ വന്ന ഒരു ചരിത്രമില്ല. ആ ഖത്തറുമായിട്ടൊക്കെ പിന്നെയും പോയെങ്കിൽ പിന്നെ ദോഹയിലൊക്കെ ആയിരുന്നു ചർച്ചയൊക്കെ നടത്താമായിരുന്നു. പക്ഷേ ആയത്തുള്ള ഖമേനി പോയില്ല. കാരണം ഖമേനിക്കും മറ്റേ സംഭവം ഓർമ്മയുണ്ട്. കാരണം ഇസ്രായേലിൽ നിന്ന് കുറേ എണ്ണത്തിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി കാരണം ഈ ഫലസ്തീനിൽ നിന്ന് കുറേ എണ്ണത്തിനെ ബങ്കറിൽ ഇരുന്നാണ് കുറേ എണ്ണത്തിനെ നൈസായിട്ട് ട്രംപ് പറഞ്ഞു ദോഹയിലോട്ട് നൈസായിട്ട് വാ, നമുക്ക് ഇസ്രായേലുമായിട്ട് എല്ലാം പറഞ്ഞ് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. യവന്മാർ അവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രായേൽ യവന്മാരെ മണ്ടേ കൊണ്ട് ബോംബിട്ട്. ഭാഗ്യത്തിന് ഇപ്പുറത്താ മൂത്രം ഒഴിക്കാൻ പോയത് കൊണ്ടാണ് അതിലൊരു ഭീകരൻ രക്ഷപ്പെട്ടത്. അവൻ തിരിച്ചു വന്ന് വീമ്പിളക്കുന്നത് കൊണ്ട് നമ്മളാരും ചത്തില്ല എന്ന് പറഞ്ഞ്. അപ്പുറത്തെ ഭീകരന്മാരൊക്കെ അവനെ തല്ലിക്കൊന്നില്ലെന്നേ ഉള്ളൂ. കാരണം ചത്തുവെന്ന് വിചാരിച്ചോട്ടടാ, ഇനി ബങ്കറിൽ ഇരിക്കാൻ വയ്യ, ചത്തുവെന്ന് വിചാരിച്ചോട്ടെ, ഇനിയെങ്കിലും ഏതെങ്കിലും രാജ്യത്ത് പോയി വേറെ മാറുവേഷമെങ്കിലും കെട്ടി ജീവിക്കാം എന്ന് പറഞ്ഞ് അവന്മാർ ഇരിക്കുന്നത്. അതുകൊണ്ട് ആയത്തുള്ള ഖമേനി ആ ഒരു എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് സത്യം പറഞ്ഞാൽ അങ്ങോട്ടൊന്നും പോകാനുള്ളൊരു സാധ്യതയില്ല. എന്ത് തന്നെയല്ലാലും കഴിഞ്ഞ ദിവസം അമേരിക്ക ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ഒരു കാഹളം മുഴങ്ങി. അതിൻ്റെ ഒരു സൂചന പുറത്തു വന്നിരിക്കുകയാണ്. അറേബ്യൻ കടലിൽ അമേരിക്കയും ഇറാനും തമ്മിൽ സംഘർഷം രൂക്ഷമായതായിട്ടാണ് ഈ റോയിട്ടേഴ്സ് എന്ന് പറയുന്ന മാധ്യമമാണ് കേട്ടോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അതിനകത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ വാർത്ത കാണാനായിട്ട് സാധിക്കും. എന്തായാലും US നാവികസേനയുടെ വിമാനവാഹിനി കപ്പലിന് സമീപം വന്ന ഇറാനിയൻ ഡ്രോൺ US വെടിവെച്ചിട്ട്, ഒരു ഡ്രോൺ അല്ല വന്നത്, ഒരു ഡ്രോൺ കൂട്ടം തന്നെ പറന്നു എന്നുള്ളതാണ്. നമുക്കറിയാം ഈ എബ്രഹാം ലിങ്കൺ എന്ന് പറയുന്ന അമേരിക്കയുടെ ആ ഒരു കൂറ്റൻ പടക്കപ്പലിനെ നേരിടാനായിട്ട് പൊത്ത ഷാഹിദ് ബഹേറിയായിട്ടാണ് ഇവന്മാർ ഇറങ്ങിയിരിക്കുന്നത്. അതൊരു പൊത്ത കപ്പലാണ്, എപ്പോൾ വേണോ മുങ്ങിപ്പോവാം. അതൊരു പഴയ കപ്പലാണ്. ആ പഴയ കപ്പൽ മെയിൻറ്റെയിൻ ചെയ്തിട്ട്, അതായത് നമ്മൾ ഈ അപ്പിയിൽ പെയിൻ്റ് അടിച്ചിറക്കുന്നത് പോലെ ഇവന്മാർ പഴയ കപ്പലെടുത്ത് ആ പഴയ കപ്പലിൽ ഇവന്മാർ എന്ത് ചെയ്തു, അതിനെ മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിനൊരു പേരിട്ടു, ഷാഹിദ് ബഗേറി. കൊള്ളാം, നല്ല വിജൃംഭിച്ച പേരല്ലേ എന്ന് പറഞ്ഞ് അതിനകത്ത് കുറേ ഡ്രോൺ കൂട്ടത്തിനെ കയറ്റി ഇവന്മാർ എന്ത് ചെയ്തു, കടലിലോട്ട് ഇറക്കി വിട്ടിട്ട് ഈ എബ്രഹാം ലിങ്കൺ ഞങ്ങളെ ആക്രമിച്ച് കഴിഞ്ഞാൽ, അതെന്ന് പറഞ്ഞാൽ ദ മോസ്റ്റ് മോഡേൺ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള വെപ്പൺസ് ഉള്ള കപ്പലാണ്. 72 80 F-35 ആണ് അതിനകത്ത് ഇങ്ങനെ നീണ്ടു നിരന്ന് കിടക്കുന്നത്. മിസൈലുകൾ, ഡ്രോണുകൾ എല്ലാം അതിനകത്തുണ്ട്. ഒരു നിമിഷം മതി അതിന് ഈ ഇറാനിലോട്ട് പാഞ്ഞു വന്ന് ആക്രമണം നടത്തിയിട്ട് പോകാം. പക്ഷേ എന്നിരുന്നാലും ഇപ്പോൾ അവന്മാർ ആദ്യത്തെ ആക്രമണം അവന്മാർ തന്നെ അഴിച്ചുവിട്ടിരിക്കുകയാണ്. ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ്റെ അഭിപ്രായത്തിൽ ഈ ഒരു ഡ്രോൺ യുദ്ധക്കപ്പലിലേക്ക് നീങ്ങുകയായിരുന്നു. ഇതൊരു ഭീഷണിയായി കണക്കാക്കപ്പെടുന്നു. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ച ഈ ആഴ്ചയിൽ തുർക്കിയിൽ ആരംഭിക്കാൻ പോകുമ്പോഴാണ് ഈ സംഭവം പുറത്തു വന്നത്. F-35 യുദ്ധവിമാനം 139 ഡ്രോണുകളെയാണ് വീഴ്ത്തിയത്. 139 ഡ്രോണുകളാണ് പറന്നു വന്നത്. നിങ്ങൾ വിചാരിക്കും ഈ ഡ്രോൺ എന്ന് പറയുമ്പോൾ നമ്മൾ DJയുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ പറത്തി വിടുന്ന മാനവും മൗണ്ടനും ഒക്കെ ഇങ്ങനെ കാണുന്ന വെള്ളച്ചാട്ടമൊക്കെ കാണുന്ന ഡ്രോൺ ആയിരിക്കും. ആ ഡ്രോൺ അല്ല ഈ ഡ്രോൺ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു വിമാനത്തിൻ്റെ അത്രയും വലിപ്പമുള്ള ഡ്രോണാണെന്നുള്ളതാണ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്. 139 ഡ്രോണ് അടിച്ചുടച്ച് F-35 വിമാനം എന്നുള്ളതാണ്. അതായത് കടലിലൊരു ഘോര യുദ്ധം തന്നെ നടന്നു. 139 ഡ്രോൺ വേഴ്സസ് അമേരിക്കയുടെ F-35. അങ്ങോട്ടും ഇങ്ങോട്ടും താലങ്ങും വലങ്ങും. എൻ്റെ F-35 ഇവിടെ താണ്ടിരിക്കുന്നത് കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും താലങ്ങും വലങ്ങും ഇങ്ങനെ എൻ്റെ മെസ്സേജ് ഇങ്ങനെ
എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും അടിച്ച് ഉടച്ചെന്നാണ് അറിയാനായിട്ട് സാധിച്ചത്. എന്ത് തന്നെയായിരുന്നാലും ഇറാൻ 139 നമ്മളെ ഡ്രോണുകൾ രക്തസാക്ഷികളായിരിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറാൻ നെഞ്ചത്തടിച്ച് നിലവിളിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അമേരിക്കൻ F-35 യുദ്ധവിമാനം ആകാശത്ത് വെച്ച് തന്നെ ഇവരെയെല്ലാം ഈ ഡ്രോണുകളെല്ലാം തന്നെ ചാരമാക്കി എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇത് മേഖലയിലെ സംഘർഷം സ്വാഭാവികമായിട്ടും കൂടുതൽ വഷളാക്കി. പോരാത്തതിന് ഇറാനിൽ നിന്ന് ഇതുവരെ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നുള്ള റിപ്പോർട്ടും പുറത്തു വരികയാണ്. ഇറാൻ US യുദ്ധം ഒഴിവാക്കുമോ എന്നുള്ളൊരു ചോദ്യം പലപ്പോഴായി പലരും ചോദിക്കുന്നുണ്ട്. ബേസിക്കലി എനിക്ക് യുദ്ധം വരുന്നതിനോട് യാതൊരുവിധ താല്പര്യമില്ല. വല്ല ഇസ്രായേലോ ഫലസ്തീനോ ഒക്കെ ആണെങ്കിൽ നമുക്ക് ആവേശത്തോടുകൂടി കണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് നമ്മുടെ തൊട്ടടുത്ത് കിടക്കുന്ന രാജ്യമാണ്. അത്ര സുഖകരമായിരിക്കില്ല ഒരു യുദ്ധമൊക്കെ വന്നു കഴിഞ്ഞാൽ. പാകിസ്ഥാനെയൊക്കെ അവർ കയറി മേയും, അത് വേറെ കാര്യം. എന്തായാലും ഫെബ്രുവരി 6 മുതൽ തുർക്കിയിലെ കരിങ്കടൽ തീരത്തുള്ള പ്രസിദ്ധമായിട്ടുള്ള കോൺസ്റ്റാന്റിനോപ്പിളിൽ, അതായത് ഇസ്താംബുളിൽ, അവിടെ ആണവ കരാറിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആരംഭിക്കാൻ ഇരു രാജ്യങ്ങളും, അതായത് അമേരിക്കയും ഇറാനും ഒരുങ്ങുന്നുവെന്ന് നമുക്ക് റിപ്പോർട്ടുകൾ ലഭിച്ചിട്ടുണ്ട്. ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും ഇറാനിൽ നിന്നുള്ള വിദേശകാര്യമന്ത്രി സയ്യിദ് അബ്ബാസ് അർദാവിയും അവിടെ പങ്കെടുക്കും. സ്വാഭാവികമായും അവരോടൊപ്പം മറ്റ് പ്രതിനിധികളും ഉണ്ടാകും. സൗദി അറേബ്യ, ഈജിപ്ത്, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഈ ചർച്ചയിൽ പങ്കെടുക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. തർക്കം നയതന്ത്രപരമായി പരിഹരിക്കുകയും മിഡിൽ ഈസ്റ്റിൽ ഒരു പ്രാദേശിക യുദ്ധത്തിനുള്ള സാധ്യത ഇല്ലാതാകുകയും ചെയ്യുക എന്നതാണ് ഈ ചർച്ചകളുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. ഇറാനും US തമ്മിലുള്ള സംഘർഷം കുറയ്ക്കുന്നതിനായി മോസ്കോയിൽ 2 ദിവസമായി ചർച്ചകൾ നടക്കുന്നുണ്ട്. കാരണം ഇറാൻ്റെ പിറകിൽ റഷ്യയുണ്ട്. അതൊരു വലിയ ഒരാച്ചാണ് ഇറാനെ ആക്രമിക്കാൻ അമേരിക്ക തയ്യാറാകാത്തത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യമുണ്ട്. കഴിഞ്ഞ ആഴ്ച മാത്രമാണ് US നാവികസേന എബ്രഹാം ലിങ്കൻ വിമാനവാഹിനി കപ്പലും മറ്റ് വലിയ കപ്പലുകളും മിഡിൽ ഈസ്റ്റിലേക്ക് വിന്യസിച്ചത് എന്നത് ശ്രദ്ധേയമാണ്. അതിനുശേഷം ഏത് നിമിഷവും അമേരിക്ക ഇറാനെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ നിന്ന് റിപ്പോർട്ടുകൾ പ്രചരിച്ചിരുന്നു. അതായത് രഹസ്യ യോഗമൊക്കെ ചേർന്ന് ഇസ്രായേലും അമേരിക്കയും കൂടെ രഹസ്യ യോഗമൊക്കെ ചേർന്ന് എപ്പോൾ അടിക്കണം എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട പോയിന്റ് എന്ന് പറയുന്നത്. പക്ഷേ അടിക്കുമ്പം ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞാൽ വലിയ പണി കിട്ടും. കാരണം ഖത്തറിലോട്ടൊക്കെ വല്ലതൊക്കെ തൊടുത്ത് വിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ഒരുപാട് ആൾക്കാരൊക്കെ ഉള്ളതാണ്. അമേരിക്കയുടെ ബേസിലോട്ടാണ് തൊടുത്ത് വിടുന്നതെങ്കിലും കിഴക്കോട്ട് അയച്ചാൽ തെക്കോട്ട് പോകുന്ന മെസ്സേജിലുണ്ടെങ്കിൽ അത് സിവിലിയൻസിൻ്റെ ദേഹത്ത് വന്ന് വിടാനുള്ള സാധ്യതയുണ്ട്. അത് വലിയ ക്ഷീണമാവും GCCക്ക്. പിന്നെ GCC ഒന്നാകെ ഇളകും, അത് വേറെ കാര്യം. എന്തായാലും അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങോട്ടാവുമ്പോൾ ആടി തടുക്കാൻ പറ്റണം, ഡിഫെൻഡ് ചെയ്യാൻ പറ്റണം. ഡിഫെൻഡ് ചെയ്യാൻ നമ്മൾ ഈ കാര്യത്തിന് ഇറങ്ങിയിട്ട് കാര്യമില്ല എന്നാണ് ഇസ്രായേലും അമേരിക്കയും കൂടെ ചർച്ച ചെയ്തത്. എന്തായിരുന്നാലും ഇസ്രായേലും മറ്റ് അറബ് രാജ്യങ്ങളും സുരക്ഷിതരാണെന്ന് ഉറപ്പാക്കുന്നത് വരെ US ഇറാനെ ആക്രമിക്കില്ല എന്ന ചർച്ചയിലൊരു സെറ്റപ്പ് ഉണ്ടായി. അതായത് ഇസ്രായേലും സുരക്ഷിതരാണ്, മറ്റ് രാജ്യങ്ങൾ, അറബ് രാജ്യങ്ങൾ സുരക്ഷിതമായിരിക്കും. ഞാനൊരു അടി അടിച്ചാലും അവൻ്റെ അടി തിരിച്ച് നിങ്ങൾക്ക് കൊള്ളില്ല എന്ന് ഞാൻ ഉറപ്പ് വരുത്തുമെന്നാണ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്. പിന്നെ അവനെ അറിയാമല്ലോ, ഒരു അടി കൊണ്ടാലും അവൻ കൈ ഇങ്ങനെ മലത്തി കാണിക്കും, എന്ന് പറഞ്ഞ് മലത്തി കാണിക്കും. എന്തായാലും ജോർദാൻ, കുവൈറ്റ്, ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, മറ്റ് സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ US പെൻറ്റഗൺ നിലവിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെല്ലാം തന്നെ വിന്യസിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇറാൻ്റെ അടി കിട്ടില്ല എന്നാണ് വിചാരിക്കുന്നത്. പോരാത്തതിന് ഇറാന് മുന്നറിയിപ്പും കൊടുത്തിട്ടുണ്ട്. അമേരിക്കയോ ഇസ്രായേലോ തങ്ങളുടെ നേരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണം നടത്തിയാൽ അത് മുഴുവൻ മിഡിൽ ഈസ്റ്റിനെയും ഒരു പ്രാദേശിക യുദ്ധത്തിലേക്ക് തള്ളിവിടുമെന്ന് ഇറാൻ നേരത്തെ പറഞ്ഞ സംഭവമാണ്. അന്താരാഷ്ട്ര തലത്തിൽ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാൻ്റെ ഈ മുന്നറിയിപ്പിന് ശേഷം പെൻറ്റഗണിൻ്റെയും ഇസ്രായേലിൻ്റെയും അടുത്ത ഘട്ടങ്ങൾ മുഴുവൻ, അടുത്ത പ്രവർത്തനം ലോകം ഇങ്ങനെ ഉച്ചു നോക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ട കാര്യമെന്ന് പറയുന്നത്. എന്തായാലും ഇന്ത്യയും ഈ സംഭവത്തിനെ ജാഗ്രതയോടുകൂടി നിരീക്ഷിക്കുകയായിരിക്കും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. വേറൊന്നും ചെയ്യാനില്ലല്ലോ. ഇത് ജാഗ്രതയോടുകൂടി ഈ കാര്യങ്ങൾ നിരീക്ഷിക്കുക. യുദ്ധം എങ്ങാനും മൂക്കുകയാണെങ്കിൽ പാകിസ്ഥാന് 10 കൊടുക്കാൻ പറ്റുമെങ്കിൽ നൈസായിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ചവിട്ടി കയറ്റി കൊടുക്കണം. അത് മാത്രം നമ്മളെ കൊണ്ട് നടക്കും. അപ്പോൾ ശരി.